പ്രിയപ്പെട്ടവരെ, സീറോ മലബാർ സഭയുടെ 5ാമത്തെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി പാലയിലെ അൽഫോൻസിൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് വളരെ വിജയപ്രദമായി തന്നെ ഇപ്പോൾ സമാപിക്കുകയാണ്. ഓഗസ്റ്റ് 22 മുതൽ 25 വരെ നടന്ന ഈ യോഗത്തിൽ വളരെ ഫലപ്രദമായ ചർച്ചകൾ തന്നെയാണ് നടന്നത്. ഗ്ലോബലായിട്ടുള്ള സീറോ മലബാർ സഭയുടെ ഒരു പരിച്ഛേദം, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സീറോ മലബാർ പ്രതിനിധികൾ 348 പ്രതിനിധികളും പിന്നെ അവരെ സഹായിക്കാൻ ഏകദേശം 100ഓളം വളണ്ടിയർമാരും ഇവിടെ വളരെ നല്ല രീതിയിൽ തന്നെ ഈ അസംബ്ലി നടത്തി. ഈ അസംബ്ലിയിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്തത് വിശ്വാസ പരിശീലനത്തിൻ്റെ രൂപീകരണവും നവീകരണവും, അതുപോലെ തന്നെ സുവിശേഷവൽക്കരണത്തിന് അൽമായരുടെ നേതൃത്വം, പിന്നെ സീറോ മലബാർ സഭയുടെ സമുദായ ശാക്തീകരണം. വളരെ ഫലപ്രദമായ ചർച്ചകളാണ് നടന്നത്. അതിന് എല്ലാവരും ഒറ്റക്കെട്ടായി ശക്തമായി മുന്നോട്ട് പോകണം, ഒന്നിച്ച് നിൽക്കണം, ഒന്നിച്ച് നടക്കണം എന്നുള്ളൊരു ചിന്ത. വിഭാഗീയത പാടില്ല. പല കാരണങ്ങളിൽ വഴക്കുകൂടി തല്ലുകൂടി സഭയെ വിഭജിച്ച് നശിപ്പിക്കാനുള്ള ശ്രമങ്ങളുണ്ടെങ്കിലും എല്ലാവരും ഒന്നിച്ച് നടക്കണം, ഒന്നിച്ച് പ്രവർത്തിക്കണം, വിഭാഗീയതകൾ ഉണ്ടാകരുത് എന്നുള്ളൊരു സന്ദേശമാണ് ഈ അസംബ്ലിയിൽ പ്രത്യേകിച്ച് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് വളരെ വിജയപ്രദമായ രീതിയിൽ അസംബ്ലി സംഘടിപ്പിച്ച പോളി കണ്ണുക്കാടൻ പിതാവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘാടക സമിതി, അതിനേക്കാളെല്ലാം ഉപരി കല്ലറങ്ങാട്ട് പിതാവിൻ്റെ നേതൃത്വത്തിൽ പാലക്കാരെ പ്രത്യേകം അനുമോദിക്കുകയാണ്. വളരെ നന്നായി തന്നെ ഇത് നടന്നു. പ്രത്യേകിച്ച് ഇതിൻ്റെ സന്ദേശം ലോകം മുഴുവൻ സീറോ മലബാർ ക്രൈസ്തവർ ഏറ്റെടുത്ത് സഭയുടെ കൂട്ടായ്മയും വളർച്ചയും ശക്തമാക്കാൻ എല്ലാവരും പ്രവർത്തിക്കുക എന്നുള്ള സന്ദേശം മാത്രമാണ് എനിക്ക് നൽകാനുള്ളത്. സീറോ മലബാർ സഭയുടെ പരമോന്നതമായ ആലോചനാ സമിതിയാണ് വാസ്തവത്തിൽ ഈ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി എന്ന് പറയും. അവിടെ അൽമായരും അതുപോലെ സമർപ്പിതരും വൈദികരും മെത്രാന്മാരും ഒരുമിച്ചിരുന്ന് പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി കൂടിയാലോചനകൾ നടത്തുകയായിരുന്നു. ഈ ആലോചനകളിലൂടെ ഉരുത്തിരിഞ്ഞ നിർദ്ദേശങ്ങൾ, കാഴ്ചപ്പാടുകൾ തീർച്ചയായും സഭയുടെ വരുന്ന 5 കൊല്ലത്തേക്കുള്ള കർമ്മപദ്ധതികൾ തയ്യാറാക്കുന്നതിന്, സഭയ്ക്ക് പുതിയ ദിശാബോധം നൽകുന്നതിന് സഹായിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല. കാരണം സഭയുടെ കൂട്ടായ്മ പരമപ്രധാനമാണ് എന്ന് മനസ്സിലാക്കാനും കൂട്ടായ്മയിൽ മാത്രമേ സഭയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള വലിയ സന്ദേശമാണ് ഈ അസംബ്ലിയിൽ ഉടനീളം മുഴങ്ങിക്കേട്ടത്. ആ ഒരു കൂട്ടായ്മയുടെ അരൂപി സഭയുടെ പൊതു വികാരവും വിചാരവുമായി വരുന്ന ആളുകളിൽ പരിണമിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. വ്യത്യസ്തമായ അഭിപ്രായങ്ങളും നിലപാടുകളും ഉള്ള ഒരു സഭയിലുണ്ടാകാം. ആ അഭിപ്രായങ്ങളും നിലപാടുകളുമെല്ലാം ഒരു പൊതുബോധത്തിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ സഭയുടെ കൂട്ടായ്മ ശക്തമായി തീരും. ഒന്നിച്ചു നിന്നില്ല എങ്കിൽ നാം തൂത്തെറിയപ്പെടാൻ തക്ക വിധത്തിൽ കേരളത്തിൻ്റെ സാമൂഹിക പരിതോവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള സത്യത്തിലേക്ക് അസംബ്ലിയിലെ ചർച്ചകൾ വിരൽ ചൂണ്ടി എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായിരുന്നു. അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുള്ള നേതാക്കന്മാരെയൊക്കെ സഭ ഈ അസംബ്ലി ഉൾക്കൊള്ളുകയുണ്ടായി. അതിൻ്റെ ഒരു ഈ കാലഘട്ടത്തിൽ അത് അത്യാവശ്യമാണെന്നും അവരെ ശ്രവിക്കണമെന്നും ഞങ്ങൾ പറയുന്നത് ശ്രവിക്കണമെന്നൊക്കെ ഇന്നത്തെ പ്രഭാഷണത്തിലൊക്കെ പിതാക്കന്മാർ പ്രഭാഷണത്തിലൊക്കെ പറയുകയുണ്ടായി. അത് എന്തുമാത്രം അതിനൊരു ഇവരെ ഇങ്ങനെ വിളിക്കുവാനും ഇവരുടെ സാന്നിധ്യം സഭ ഇവരുടെ കൂടെ ഉണ്ടെന്നും ഇവരെ ആവശ്യമാണെന്നൊക്കെ ആ ഒരു വലിയ ബോധ്യം എത്രമാത്രം നമ്മുടെ വിശ്വാസികളിലേക്ക് അത് എത്തിക്കാനായിട്ട് സാധിക്കും. ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. ജനാധിപത്യ രാഷ്ട്രത്തിൽ ജനപ്രതിനിധികളെ സഭ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് പരമമായ സത്യം. അതാർക്കും നിഷേധിക്കാനാവില്ല. സഭ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിനുള്ളിൽ ആണ് തൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നുള്ളത് നാം തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ ജനപ്രതിനിധികളെ ആദരിക്കുക, ജനപ്രതിനിധികളെ കേൾക്കുക, ജനപ്രതിനിധികളോട് തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുക എന്നുള്ളത് സഭയ്ക്കും അവഗണിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ജനപ്രതിനിധികളെ നമ്മൾ ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചത്. സഭയ്ക്ക് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാകാൻ താല്പര്യമില്ല. ഏതെങ്കിലും ഒരു കക്ഷിയുടെ ഭാഗമായിട്ടോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വക്താവാകാനോ സഭ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധികൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സഭ ആദരിക്കുന്നു,
ബഹുമാനിക്കുന്നു. അതിൻ്റെ സാക്ഷ്യമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഈ നമ്മുടെ സീറോ മലബാർ സഭയുടെ ഈ അസംബ്ലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമെന്ന് പറയുന്നത് സഭാംഗങ്ങൾക്കിടയിൽ ഉണ്ടായ ഒരു അഭിമാനബോധമാണ്. ഇത്രയും വലിയൊരു സഭ സൗത്ത് ആഫ്രിക്കയിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നും എല്ലാം പ്രതിനിധികൾ വന്ന് പങ്കെടുക്കുന്നു. അതുപോലെ 3 ഭാഷകളിൽ, ആ ഭാഷകൾ തന്നെ തികയുന്നില്ല, നമുക്ക് തമിഴും കന്നഡയും തെലുങ്കും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന സഭാംഗങ്ങൾ നമ്മുടെ രൂപതകളിലുള്ള ജനം മാത്രമല്ല ഇന്ന് സഭയെന്ന് പറയുന്നത്. അങ്ങനെ വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാട് രൂപീകരിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൻ്റെ ഒരു നന്മ ഉണ്ടാവും രൂപതകളിൽ, അതിൻ്റെതായ അഭിമാനബോധത്തോടെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്ന രീതിയിൽ ഉള്ള നിലപാടുകളും നടപടികളും ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു വലിയ പ്രതീക്ഷ. നമുക്കിപ്പോൾ JB കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് ഒത്തിരി നാളായി. മറ്റ് ചില വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റിപ്പോർട്ടുകൾ സമർപ്പിച്ച് 6 മാസത്തിനുള്ളിൽ അത് നടപ്പിലാക്കി. നമ്മുടേതിപ്പം വർഷങ്ങളായിട്ടും അത് നടപ്പിലാക്കുന്നില്ല. അതൊക്കെ നമുക്ക് അല്പം സങ്കടവും ആശങ്കകളുണ്ട്. പക്ഷെ എന്തെങ്കിലുമൊക്കെ അവരത് നടപ്പിലാക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. എങ്കിലും അതിനു വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഒരു പരിശ്രമം ഈ സെനഡ്, ഈ അസംബ്ലി നടത്തുകയുണ്ടായി. നമ്മുടെ ജനപ്രതിനിധികളുടെ എല്ലാം മുമ്പിൽ അത് നമുക്ക് അവതരിപ്പിക്കാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ക്രൈസ്തവ സംസ്കാരം ഈ പൊതുസമൂഹത്തിന് കൊടുത്ത നന്മകൾ, സംഭാവനകൾ അതൊന്നും പഠന വിഷയമാക്കാനായിട്ട് ഇതുവരെയും നമുക്ക് സാധിച്ചിട്ടില്ല. അത് എല്ലാവരുടേതും എന്നതുപോലെ, നമ്മുടേത് മാത്രമായിട്ട് പഠിപ്പിക്കണമെന്നല്ല ഞങ്ങൾ പറയുന്നത്, എല്ലാവരുടെയും എന്നതുപോലെ നമ്മുടെയും സംഭാവനകൾ നമ്മുടെ പൊതുസമൂഹം അറിയണം. അപ്പോഴാണ് എല്ലാവരോടുമുള്ള ഒരു സമഭാവനയും ആദരവും ബഹുമാനവും എല്ലാം സമൂഹത്തിൽ വളരുന്നത്. ആ രീതിയിലെല്ലാം എനിക്ക് തോന്നുന്നു സഭയുടെ ഒരു അഭിമാനബോധം വളർത്താനും പ്രശ്നങ്ങൾ പരിഹരിക്കത്തക്ക രീതിയിൽ സഭയെ കുറച്ചുകൂടെ ഊർജ്ജവത്താക്കാനും എല്ലാം ഈ അസംബ്ലി സഹായിച്ചിട്ടുണ്ടെന്നാണ്. എല്ലാ അസംബ്ലിയും പങ്കെടുത്ത ഒരാളാണ് ഞാൻ. ആദ്യം മുതൽ എല്ലാ അസംബ്ലിയിലും പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ആ ബുദ്ധിമുട്ടുകളോ ഒന്നും ഇന്ന് ഇവിടെ അധികം ഉണ്ടായിട്ടില്ല. ആദ്യത്തേലൊക്കെ വലിയ ടെൻഷനും അതുപോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഇത്തവണ നമ്മളതെല്ലാം ഇവിടെ നോക്കുമ്പോൾ എൻ്റെ ദൃഷ്ടിയിൽ വളരെ നന്നായിട്ട് അത് പോയിട്ടുണ്ട്. ഇനിയും നന്നാവുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ചിന്ത ഇരിക്കുന്നത്. അതിന് മാറ്റമൊന്നുമില്ല. കാരണം നമ്മൾ വളരുകയാണല്ലോ. ഓരോ അസംബ്ലി കഴിയുമ്പോഴും നമ്മൾ വളരുകയാണ് ചെയ്യുന്നത്. ആശയത്തിലും അതുപോലെ നമ്മുടെ സംഘാടന പാഠവത്തിലും എല്ലാം. പല രൂപതയിലെ ഈ സംഘാടന പാഠവം എന്ന് പറയുന്നത് നമുക്ക് ആർക്കും അത്ര ചിന്തിക്കാൻ പറ്റുന്ന പോലെയല്ല. അതുപോലെയുള്ള സൗകര്യങ്ങൾ അവർക്കുണ്ട്, ആളുകളുണ്ട്, അതുപോലെ അവർക്ക് അതിനുള്ള സംവിധാനങ്ങളെല്ലാം ഉള്ളത് കൊണ്ടാണ്. പക്ഷേ അതിലുപരി ഞാൻ വിചാരിക്കുന്ന പാലാക്കാരുടെ ഒരു കുലീനത്വം, അതാണ് എനിക്ക് പറയാൻ ആഗ്രഹം. കാരണം അവരെല്ലാം വളരെ ഒരു വിശാലമായ ഹൃദയത്തോടെ, ജനറോസിറ്റിയോട് കൂടിയാണ് ചെയ്യുന്നത്. അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഞങ്ങൾക്ക് പറ്റുകയില്ല, ഞങ്ങൾക്കില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ, അങ്ങനെയൊന്നും അവർ പറയാറില്ല. എല്ലാ കാര്യം വളരെ കൃത്യമായിട്ട് ഏറ്റെടുത്താൽ അതങ്ങ് ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ആ സംഘാടന പാഠവത്തെയും എല്ലാം നമ്മൾ അഭിനന്ദിക്കേണ്ടത് തന്നെയാണ്. ഞാനത് പലരോടും പറഞ്ഞു, എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളത് പല ഭാഷാ പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവരുണ്ട്. ഹിന്ദിയുണ്ട്, അല്ലെങ്കിൽ വേറെ മറ്റ് ഭാഷകളൊക്കെ ഉണ്ട്. ഓരോ പ്രദേശത്തിനും അതിൻ്റേതായ പ്രശ്നങ്ങളാണ്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ എല്ലാ വിഷയങ്ങളും അവർക്ക് പ്രസക്തമായി കൊള്ളണമെന്നില്ല. നമ്മളിപ്പോൾ ഭൂരിപക്ഷം പേര് മലയാളികളായതുകൊണ്ട് കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ പറയും, അല്ലെങ്കിൽ നമ്മൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ താമസിക്കുന്നവരോട് പറയും. അതുമല്ല ചിലപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ വളരെ കുറച്ചേ പറയുള്ളൂ. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ അടുത്ത അസംബ്ലി മുതൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു റീജിയൻ വൈസായിട്ട് ചെറിയ മീറ്റിങ്ങുകൾ കൂടിയിട്ട് അവർ മൊത്തത്തിൽ അവരുടെ പ്രശ്നങ്ങൾ ഒന്നിച്ച് അവതരിപ്പിക്കുക, അതൊന്നിച്ച് ചർച്ച ചെയ്യപ്പെടുകയും അത് ഇതുപോലെ ഗ്രൂപ്പ് ചർച്ചകളിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു സംവിധാനം നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. അതൊരു പക്ഷേ അവരുടെ അതാത് പ്രദേശങ്ങളിലും അവരൊന്നിച്ചു കൂടിയിട്ട് ആശയങ്ങൾ രൂപീകരിച്ച് വരുന്ന നന്നായിരിക്കും തോന്നുന്നു. അല്ലെങ്കിൽ തീർത്തും അവർ അവഗണിക്കപ്പെടുന്ന പോലെ തോന്നാനുള്ളൊരു സാധ്യതയുണ്ട്. അസംബ്ലി വളരെ ഉപകാരപ്രദമായിരുന്നു. 348 പ്രതിനിധികളെ സംബന്ധിച്ചു എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. വിവിധ രൂപതകളിൽ നിന്ന് വന്നവരും രൂപതകളില്ലാത്ത സമൂഹങ്ങളിലെ പ്രതിനിധീകരിച്ച് വന്നവരും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിലൊരു സഭ ഒന്നാണ്. ഈ സഭയുടെ അംഗങ്ങളാണ് ഞങ്ങളെന്നുള്ള ഒരു അവബോധം ജനങ്ങളിൽ വരുത്താനായിട്ട് ഇത് ഉപകരിച്ചു. എല്ലാവരും ആ ഒരു കൂട്ടായ്മ അനുഭവിച്ച ദിവസങ്ങളായിരുന്നു കേട്ടോ. നമ്മൾ ഒന്നായിട്ട് പോകേണ്ടവരാണ് എന്ന് നമ്മൾ പറയുക മാത്രമല്ല, അതിന് ഒരു പ്രോത്സാഹനം, ഉത്തേജനം ഈ സിനഡിലൂടെ അവർക്കൊക്കെ കിട്ടി കേട്ടോ. ചില ഈ പ്രാദേശികമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും
ഇതുപോലുള്ള അവസരത്തിലാണ് ദ ചേർച്ച് ഈസ് വൺ എന്നുള്ള ഒരു അനുഭവത്തിലേക്ക് എല്ലാവരും വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളൊന്നാണ്, അതായത് സഭയോട് ചേർന്ന് ചിന്തിക്കാനും സഭയുടെ പ്രവർത്തനങ്ങളിൽ താല്പര്യമെടുത്ത് പ്രവർത്തിക്കാനുമുള്ള ആ ഒരു പ്രചോദനം ഇത് സംബന്ധിച്ചവർക്ക് കിട്ടി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതെല്ലാം പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുമ്പോഴാണ് ഈ അസംബ്ലി ഒരു അനുഗ്രഹപ്രദമായിട്ടുള്ള ഒരു അസംബ്ലി ആയിട്ട് മാറുക. ആൽമാർ എല്ലായിടത്തും എല്ലാ ചർച്ചകളിലും അവർ വളരെ സജീവമായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാരണം അവരെ സഭ കേൾക്കുന്നുണ്ട് എന്നുള്ള ഒരു വിശ്വാസമാണ്. അതുകൊണ്ട് അൽമാർ ഇതിൽ ഇത്രയും പേര് വന്നല്ലോ, അതിനൊരു വലിയ കാര്യമാണ്. നമ്മുടെ സീറോ മലബാർ സഭയുടെ 5ാമത്തെ മേജർ ആക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയാണ്. ഞാൻ ഇതിന് മുൻപ് ഉള്ള അസംബ്ലിയിൽ സംബന്ധിച്ചിരുന്നു. വീണ്ടും അന്ന് വേറൊരു തസ്തികയിലാണ് പങ്കെടുത്തത്. ഇന്നിപ്പം ബിഷപ്പ് എന്ന രീതിയിൽ പങ്കെടുത്തു. വളരെ നല്ല ഒരു ഗ്രേസ്ഫുൾ ഈവൻറ്റ്, നല്ല കൃപയുള്ള ഒരു സംഭവം എന്നാണ് ഞാൻ എന്നെ വിശേഷിപ്പിക്കുന്നത്. കാരണം ഇങ്ങനെയുള്ള ഒരു കൂടിവരവിൽ പരിശുദ്ധാത്മാവിൻ്റെ സജീവമായ സാന്നിധ്യം ഫീൽ ചെയ്തു. പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങൾ അനുസരിച്ച് ചർച്ചകൾ, അത് ഗ്രൂപ്പ് ഡിസ്കഷനും പൊതു ചർച്ചകളും എല്ലാം വളരെ സജീവമായിട്ട് നടന്നു. ഇനി അതിന്മേൽ ഉരുത്തിരിയുന്ന തീരുമാനങ്ങൾ അത് മേജർ ആർച്ച് ബിഷപ്പിന് സമർപ്പിച്ചിട്ടുണ്ട്. സിനഡിൻ്റെ അംഗീകാരത്തോടു കൂടി അദ്ദേഹം ചില കാര്യങ്ങൾ പ്രൊമൾഗേറ്റ് ചെയ്യും, പ്രാബല്യത്തിൽ വരുത്തും. അപ്പോഴാണത് നിയമങ്ങളായിട്ട് പിന്നെ സീറോ മലബാർ സഭയെ മുഴുവനും ബാധിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ പുറത്തു വരുന്നത്. ഏതായാലും വളരെ മനോഹരമായിരുന്നു. പാർട്ടിസിപ്പൻസ് എല്ലാവരും വളരെ ആക്റ്റീവായിട്ട് പങ്കെടുത്തു. ഒരു ദൈവത്തിൻ്റെ പ്രത്യേകമായ സാന്നിധ്യം ഫീൽ ചെയ്തു. ഇത് നടത്തിയ ഈ സ്ഥലവും ഈ പാലാ രൂപതയിലെ ഈ സ്ഥാപനം അതും വളരെ ക്രിയാത്മകമായിട്ട് പ്രയോജനപ്പെട്ടു. എല്ലാം വളരെ നന്നായിരുന്നു. താങ്ക് യു. ഏറ്റവും പ്രധാനമായിട്ട് തോന്നുന്നത് നമ്മുടെ ആളുകളെ കേൾക്കാനായിട്ട് നമുക്ക് നല്ലൊരു അവസരം ഉണ്ടായി. ഒത്തിരിയേറെ ആളുകൾക്ക് 100-ൽ പരം ആളുകൾക്ക് വന്ന് അവരുടെ ഓരോ കൺസേൺസ്, സഭയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, അവരുടെ ആശങ്കകൾ, ജീവിതത്തെക്കുറിച്ചുള്ള അവരുടെ സ്വപ്നങ്ങൾ, മക്കളുടെ വിശ്വാസ ജീവിതം, അതുപോലെ ഇന്ന് നടന്നു പോകുന്ന ചില ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ചും മയക്കുമരുന്നും മറ്റു കാര്യങ്ങളെല്ലാം, മാറുന്ന സംസ്കാരത്തിൻ്റെ ചില വെല്ലുവിളികൾ പങ്കുവയ്ക്കാനും, അതോടൊപ്പം തന്നെ ആളുകൾ തന്നെ പറയുകയുണ്ടായി, ദൈവത്തിൻ്റെ കരുണയാൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കതിന് ഉത്തരം കണ്ടെത്താൻ സാധിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുകയുണ്ടായി. അങ്ങനെ ഒരു നല്ലൊരു നവോന്മേഷം ഉണർത്തുന്ന ഒരു മനോഹരമായ അനുഭവമായിട്ട് എല്ലാവർക്കും അസംബ്ലി മാറുകയുണ്ടായി. അസംബ്ലി വളരെ നന്നായിരുന്നു, വിജയപ്രദമായിരുന്നു. അതിന് മുമ്പ് ഇച്ചിരി ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ കൃപയാൽ വളരെ നന്നായി ഭംഗിയായിപ്പോയി. ഒത്തിരി നല്ല ഇൻ്റർവെൻഷൻസ് ഉണ്ടായിരുന്നു. ഡിസ്കഷൻസൊക്കെ വളരെ നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്തു. ഭംഗിയായിട്ട് പാലാപിതാവ് ഇവിടെ അറേഞ്ച് ചെയ്തു. അതുപോലെ കോർഡിനേറ്ററും എല്ലാം. ഒത്തിരി സന്തോഷമുണ്ട്. ഇതിനകത്ത് അൽമായർ സജീവമായിട്ട് പങ്കെടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. എപ്പോഴും നമുക്ക് ദർ ഈസ് റൂം ഫോർ ഇംപ്രൂവ്മെൻറ്റ്. ഇതിനും ശക്തമായിട്ട് പ്രത്യേകിച്ച് ലേഡീസ് ഇതിനും നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് മാത്രമല്ലല്ലോ, മുൻനിരയിലോട്ട് വരാനായിട്ട് അവർക്ക് സാധിക്കും. നമ്മുടെ അസംബ്ലിയെക്കുറിച്ച് പറയാൻ ഒത്തിരി സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ 4 ദിവസങ്ങൾ വലിയ ദൈവകൃപയുടെ അവസരങ്ങളായിരുന്നു. നമ്മൾ പ്രസൻറ്റ് ചെയ്ത 3 തീംസ്, വിശ്വാസ പരിശീലനം, സുവിശേഷവൽക്കരണം, അതുപോലെ തന്നെ നമ്മുടെ സീറോ മലബാർ സഭയുടെ കമ്മ്യൂണിറ്റി എംപവർമെൻറ്റ്, കാലോചിതമായ തീരുമാനങ്ങളെടുത്തു. വളരെ നന്നായിരുന്നു. അൽമായരെ കൂട്ടുപിടിച്ചുകൊണ്ട് അൽമായരുടെ നേതൃത്വത്തിൽ സഭയെക്കുറിച്ച് ശക്തിപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. ഒത്തിരി സന്തോഷം. ഈ ചൈതന്യം നിലനിൽക്കാനും വളർത്താനും നമുക്ക് കൂട്ടായി പരിശ്രമിക്കാം. ദൈവാനുഗ്രഹിക്കട്ടെ. ജയ് ജീസസ്. ഞാൻ ബിഷപ്പ് തോമസ് എലവനാൽ കല്യാൺ രൂപതയുടെ മെത്രാനാണ്. കല്യാൺ രൂപതയുടെ അവിടെ മെത്രാനായിട്ട് ഇപ്പം 27 വർഷങ്ങൾ കഴിഞ്ഞു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയുള്ള 5 മേജർ ആർച്ച് എപ്പിസ്കോപ്പൽ അസംബ്ലിയിൽ ഞാൻ സംബന്ധിച്ചിട്ടുണ്ട്. ഇത് 5ാമത്തേതാണ് ഞാൻ സംബന്ധിക്കുന്നത്. ഇപ്രാവശ്യം മാത്രം നമുക്ക് 8 വർഷത്തിന് ശേഷമാണ് ഇപ്പം നടത്താൻ സാധിച്ചത്, കോവിഡ് കാരണം. അതിനുശേഷം ഈ പ്രാവശ്യത്തിൻ്റെ വിഷയത്തെക്കുറിച്ചൊക്കെ മറ്റു പലരുമൊക്കെ സൂചിപ്പിച്ച് കാണുമായിരിക്കും. ഒറ്റ വാക്കി പറയുമ്പം അതെ എനിക്ക് തോന്നുന്നത് ഒന്നാമത് തന്നെ എല്ലാവരോടും വന്നതിന് ശേഷം ഒരുമിച്ചിരുന്ന് ചിന്തിക്കാനുള്ള ഒരു നല്ല അവസരം കൊടുത്തു. ഒരു മനസ്സ്, ഒരു ഹൃദയമായിട്ട് ആ വിഷയത്തിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുകയും അവരുടേതായ അഭിപ്രായങ്ങൾ അത് വർക്ക്ഷോപ്പിലൂടെ ആയിരിക്കാം, പൊതുവേദിയിലായിരിക്കാം, എല്ലാവരും പ്രകടിപ്പിച്ചപ്പോൾ സഭ എന്ത് ചിന്തിക്കുന്നു, എന്താണ് സഭയ്ക്ക് ഈ വിഷയത്തിൽ ആവശ്യമായിരിക്കുന്നത് എന്ന് കൃത്യതയിൽ ഈ സമ്മേളനത്തിൻ്റെ ഫലമായിട്ട് നമുക്ക്
രൂപീകരിക്കാനായിട്ട് സാധിച്ചു. ഇനി അത് നമുക്കൊരു ഡോക്യുമെൻ്റായിട്ട് വന്നു കഴിയുമ്പം എനിക്ക് തോന്നുന്നു സഭയ്ക്ക് നമുക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു എന്താ പറയുന്നത് ഒരു സമ്മാനം, ഒരു വഴികാട്ടിയായിട്ട് ഇതിന് ഡോക്യുമെൻ്റ് വരും. അത് കാരണം സംബന്ധിച്ച് ഞാൻ പലരോടും ചോദിച്ചു. എല്ലാവർക്കും ഒത്തിരി സന്തോഷവും സംതൃപ്തിയുമാണ് ഇങ്ങനെ ഒരുമിച്ച് വരാൻ സാധിച്ചു. നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചും നമ്മുടെ ദൗത്യത്തെക്കുറിച്ചും എവാഞ്ചലൈസേഷൻ അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ സഭയുടെ ആവശ്യത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ അവസരം ലഭിച്ചതിൽ എല്ലാവരും സംതൃപ്തരാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് പറയുമ്പം ഒത്തിരി സന്തോഷവും സംതൃപ്തിയുണ്ട്. ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. കല്യാൺ രൂപതയിൽ നിന്നാണല്ലോ, അപ്പം കല്യാൺ രൂപതയ്ക്ക് വേണ്ടി എന്ത് സജഷനാണ് ഈ ഒരു അസംബ്ലിയിൽ പിതാവ് മുന്നോട്ട് വെച്ചത്? പ്രത്യേകമായിട്ട് ഞാൻ പറഞ്ഞത്, ഒന്ന്, നമ്മുടെ ആ രൂപതയിൽ നിന്നുള്ള യുവജനങ്ങൾ പലരും വിദേശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്നതിനെ നമ്മൾ തടസ്സപ്പെടുത്താൻ സാധിക്കില്ല. എങ്കിലും നമ്മുടെ ഈ രാജ്യത്ത് തന്നെ ഒത്തിരി സേവനം ചെയ്യാനായിട്ട് നമ്മുടെ മക്കൾ മുമ്പോട്ട് വരണം. രണ്ടാമത് ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ പോകുന്ന മക്കൾക്ക് വിശ്വാസത്തിൽ നല്ലൊരു അടിയുറച്ച ഒരു അടിസ്ഥാന ഫൗണ്ടേഷൻ കൊടുത്താൽ ലോകത്തിൽ എവിടെ പോയാലും അവർ ദൈവത്തോടും സഭയോടും വിശ്വസ്തരായിട്ട് ജീവിക്കും. ആ ഒരു പ്രത്യേക ദൗത്യം കല്യാൺ രൂപതയ്ക്ക് ഇന്ന് സഭയിൽ ചെയ്യാനുണ്ട്. അവിടുന്ന് മക്കൾ എവിടെ പോയാലും ശരി, ദൈവത്തെ മറക്കാതെ, വിശ്വാസം നഷ്ടപ്പെടാതെ, സഭയോട് ചേർന്ന് നിന്ന് ചിന്തിക്കുന്നവരായിട്ട് അവർക്ക് വേണ്ട വിശ്വാസ പരിശീലനം കൊടുക്കുക എന്നുള്ളതാണ് വാസ്തവത്തിൽ കല്യാൺ രൂപതയുടെ ഒരു പ്രധാനപ്പെട്ട ദൗത്യമായിട്ട് ഞാൻ കാണുന്നത്. ആ ഒരു കാര്യമാണ് ഞാൻ പ്രത്യേകമായിട്ട് പറഞ്ഞത്. അൽമായർക്ക് എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങൾ അവതരിപ്പിക്കാനുള്ളൊരു അവസരം ഇതിനകത്തുണ്ടായിരുന്നു. പറഞ്ഞതുപോലെ ചിലരുടെ വളരെ ഒറിജിനലായിട്ടുള്ള അല്ലെങ്കിൽ സഭയുടെ ഭാവി പ്രവർത്തനങ്ങൾക്ക് മാർഗദർശകമാകാവുന്ന രീതിയിലുള്ള ആശയങ്ങളുണ്ടായിരുന്നു. ഈ ആശയങ്ങളെല്ലാം നമ്മൾ ഇതിൻ്റെ അവസാനത്തെ പ്രസ്താവനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ നമുക്കിതുപോലെയുള്ള സംരംഭങ്ങൾ ഉണ്ടാകുമ്പോൾ എപ്പോഴുമുള്ള ഒരു ചലഞ്ച്, ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഇത് പ്രാവർത്തികമാക്കാനാണ്. കഴിഞ്ഞ 5 വർഷം മുമ്പുള്ള നമ്മുടെ അസംബ്ലിയിൽ നമ്മൾ എടുത്ത തീരുമാനങ്ങൾ സമയബന്ധിതമായിട്ട് പ്രാവർത്തികമാക്കാനുള്ളൊരു പദ്ധതി ഉണ്ടായിരുന്നു. പക്ഷെ അത് എന്തുമാത്രം പൂർണ്ണതയിലെത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളത് നമ്മൾ വീണ്ടും പഠിക്കേണ്ടിയിരിക്കുന്നു. ഇതുപോലെയുള്ള അവസരങ്ങൾ ആശയവിനിമയത്തിനും അതുപോലെയുള്ള പുതിയ ആശയങ്ങൾ അവതരിപ്പിക്കാനും പ്രത്യേകിച്ചും അൽമായർക്ക് ലഭിക്കുന്ന വലിയൊരു അവസരമാണ്. നമ്മൾ ഈ അസംബ്ലി ഇങ്ങനെ കടന്നു പോയപ്പോൾ സഭ ഒന്നിച്ച് നിന്നാൽ എല്ലാ പ്രശ്നങ്ങൾക്കും മാറുമെന്നൊക്കെ വലിയൊരു ശബ്ദം അവിടെ ഉണ്ടായി. അത് പിതാവ്, അത് എന്തുമാത്രം അത് ശരിയാകുന്നു, അത് എന്തുമാത്രം ഒരു പുതിയൊരു ഉണർവ് ഈ അസംബ്ലിയിലൂടെ കിട്ടിയിട്ടുണ്ട്? തീർച്ചയായിട്ടും ആ വിഷയത്തെപ്പറ്റിയും പല രീതിയിലുള്ള പ്രതികരണങ്ങളുണ്ടായിരുന്നു. നമ്മുടെ സഭ നയിക്കപ്പെടുന്ന പരിശുദ്ധാത്മാവിലാണ്. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഒരുമ, കൂട്ടായ്മ. ഒന്നായിട്ട് ഒരു സഭാഗാത്രമായിട്ട് നമ്മൾ പ്രവർത്തിക്കുവാനുള്ളൊരു ആവേശം, ഒരു ചൈതന്യം ഈ അസംബ്ലിക്ക് നൽകാനായിട്ടുണ്ടെന്നുള്ളതാണ് വലിയ കാര്യം. സിറോ മലബാർ സഭയുടെ 5ാമത് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി വളരെ നല്ല രീതിയിൽ നടത്തുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കരുതുകയാണ്. കാരണം കാലാവസ്ഥ മുതൽ പങ്കെടുത്ത എല്ലാവരുടെയും നല്ല പങ്കാളിത്തമുണ്ടായിരുന്നു. നല്ല രീതിയിലുള്ള പെരുമാറ്റവും അതോടൊപ്പം തന്നെ പങ്കെടുത്തവരെല്ലാവരും വളരെ പോസിറ്റീവായിട്ട് ഇതിൽ സഹകരിച്ചു, ചർച്ചകളിൽ സഹകരിച്ചു. അതോടൊപ്പം തന്നെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ സാധിച്ചു. ഇന്ന് നാം നേരിടുന്ന പ്രശ്നങ്ങൾ, സഭ നേരിടുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ നാട് നേരിടുന്ന പ്രശ്നങ്ങൾ, സമുദായം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാനായിട്ട് സാധിച്ചു. എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കില്ല, നമുക്കറിയാവത്. എങ്കിലും അങ്ങനെ പരസ്പരം തങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുവാനുള്ള ഒരു വേദിയായി തീർന്നു. ഈ 3-4 ദിവസങ്ങൾ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. ഏതായാലും ഈ അസംബ്ലിയിലൂടെ ഒരു പുതിയ ഉണർവ് ആഗോള സഭയ്ക്ക്, പ്രത്യേകിച്ച് സിറോ മലബാർ സഭയ്ക്ക് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് നമുക്കുള്ളത്. കാരണം അടുത്ത വർഷം സഭയിലെ ജൂബിലി ആഘോഷിക്കുകയാണ്. ആ മഹാജൂബിലി ആഘോഷിക്കുന്ന അവസരത്തിൽ അതിൻ്റെ തീമായിട്ട് വന്നിരിക്കുന്നത് പിൽഗ്രിംസ് ഓഫ് ഹോപ്പ്, പ്രത്യാശയുടെ തീർത്ഥാടകർ. അപ്പോൾ സഭ എന്നും പ്രത്യാശ നൽകുന്നവരാണ്. സഭാ മക്കൾ ആ പ്രത്യാശയോടെ മുന്നോട്ട് പോകുവാൻ ഈ അസംബ്ലി ഉപകരിക്കും എന്നതിൽ സംശയമൊന്നുമില്ല. എല്ലാം ഭംഗിയായിട്ട് നടത്തുവാൻ സാധിച്ചതിൽ ദൈവത്തിന് നന്ദി പറയാം. അതോടൊപ്പം തന്നെ സഹകരിച്ച എല്ലാവരെയും, പ്രത്യേകിച്ച് പാലാ രൂപതയിൽ വെച്ച് നടത്തിയ ഈ അസംബ്ലിയിൽ പാലായിലെ എല്ലാ ജനങ്ങളും, വൈദികർ, സിസ്റ്റേഴ്സ്, അതുപോലെ തന്നെ അൽമായ സഹോദരങ്ങളെല്ലാം
സഹകരിച്ചു, പ്രാർത്ഥിച്ചു, നല്ല രീതിയിൽ അത് നടത്തുവാനായിട്ട് സാധിച്ചു. നമുക്ക് അവരോട് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഈ അസംബ്ലി വഴിയായിട്ട് ഇനിയും ഏറെ നന്മ സഭ ലോകത്തിന് പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ 5ാമത് സീറോ മലബാർ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി ഇന്ന് സമാപിച്ചിരിക്കുകയാണ്. ഇത് ഈ സഭയുടെ വളർച്ചയിലെ ഒരു വലിയ നാഴികക്കല്ലാണ്. ഇതിലൂടെ വളരെയധികം പ്രചോദനം നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് കഴിയും. പിന്നെ സഭ എപ്പോഴും ജനങ്ങളുടെ പക്ഷത്താണ് എന്നുള്ളതിന് ഒരു നല്ലൊരു തെളിവാണ് ഇവിടെ വന്നു ചേർന്ന അൽമായരടക്കം വൈദികർ, സന്യസ്തർ, ബിഷപ്സ് എല്ലാവരും കൂടിയിട്ടുള്ള ഒരു വലിയ ഒരു കൂട്ടായ്മയായിരുന്നു ഇത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ശരിയായ ഒരു ജനാധിപത്യ സ്വഭാവം നമ്മൾ ഇവിടെ തെളിഞ്ഞു കാണുകയാണ് ഈ അസംബ്ലിയിലൊക്കെ. അപ്പോൾ അവർക്ക് സ്വതന്ത്രമായിട്ട് കാര്യങ്ങൾ പറയാനും സഭ ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ വിശദീകരിക്കാനും അതുപോലെ സഭയുടെ നന്മകളെ അവർക്ക് നേരിൽ കാണാനും കേൾക്കാനും ഒക്കെ ഒരു നല്ലൊരു അവസരമായി. നല്ലൊരു ഐ ഓപ്പണിങ്, നല്ലൊരു തുറവിയുടെ ഒരു അവസരമായിരുന്നു ഈ സമാപിച്ച ഈ അസംബ്ലി എന്ന് പറയുന്നത്. അതിലൂടെ ഉരുത്തിരിഞ്ഞ് വന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അതേപടി തന്നെ നടപ്പാകുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും അതിൽ നിന്ന് നടപ്പാക്കാൻ പറ്റുന്നതും കാലികവുമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നടപ്പാക്കിക്കൊണ്ട് സഭയ്ക്ക് ഒരു നല്ല പുതുമ കൊടുക്കാനായിട്ട്, ഒരു പുത്തൻ ഉണർവ് കൊടുക്കാനായിട്ട് ഈ അസംബ്ലി കൊണ്ട് സാധിക്കും.